ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷികേഷ്. ഞാനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പാടത്തിന് നടുവിലൂടെയാണ്. ശരിക്കും ട്രിവാൻഡ്രത്ത് ഇത്രയും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള, അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു പാടശേഖരം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാനും വിശ്വസിച്ചില്ല. പക്ഷെ വന്ന് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ സൗഹൃദ കൂട്ടായ്മയും പാടശേഖര സമിതി എല്ലാവരും കൂടെ ചേർന്നിട്ട് സംരക്ഷിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാടശേഖരം കൂടിയാണിത്. വളരെ ബ്യൂട്ടിഫുൾ ആണ് ഗൈസ്, വളരെ ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇവിടുത്തെ കാഴ്ചകളാണ്. ഓക്കെ, തിരുവനന്തപുരം ജില്ലയിൽ മുതാക്കൽ പഞ്ചായത്തിലാണ് പിരപ്പമൺകാട് ഗ്രാമം. അവിടെ പാടശേഖര സമിതിയും സൗഹൃദ കൂട്ടായ്മയും ചേർന്ന് സംരക്ഷിച്ചു പോരുന്ന ഒരു പാടശേഖരമാണിത്, പിരപ്പമൺകാട് പാടശേഖരം. തിരുവനന്തപുരത്ത് അധികം ആരും കാണാത്ത ഒരു പാടശേഖരം. 50 ഏക്കറിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന ഈ പാടത്തിലെ കാഴ്ചകൾ നമുക്ക് കാണാം. ഉച്ച സമയത്താണ് ഞാനിവിടെ എത്തിയത്. ഞാറ് നട്ടിരിക്കുന്ന സമയമാണ്. മെഷീൻ ഉപയോഗിച്ചും കൈകൊണ്ടും ഞാറുകൾ നടാറുണ്ട്. വെറും ഒരു പാടശേഖരം മാത്രമല്ല ഇത്, ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഈ സ്പോട്ടിൽ നിന്നും 30 കിലോമീറ്റർ മാറിയാണ് ഈ പാടശേഖരം. എന്നാൽ എൻ്റെ വീട്ടിൽ നിന്നും വെറും 13 കിലോമീറ്റർ മാത്രം. തിരുവനന്തപുരത്ത് ഇത്രയും മനോഹരമായ ഒരു പാടശേഖരം ഞാൻ കണ്ടിട്ടില്ല. പാടത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഒരുപാട് നിർദ്ദേശങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ബോർഡ് കാണാം. പാടത്തിന് കുറുകെ ഒരു കനാലുണ്ട്. നടന്നു ചെന്നെത്തുന്നത് അതിമനോഹരമായ ഒരു കാവൽ മാടത്തിലാണ്. പണ്ട് പാടത്തിന് കാവൽ കിടക്കുന്നവർക്ക് വേണ്ടി കെട്ടുന്ന മാടത്തിനെയാണ് കാവൽ മാടം എന്ന് പറയുന്നത്. കമ്പിയും പലകയും ഉപയോഗിച്ചാണ് ഇതിൻ്റെ നിർമ്മാണം. നമുക്ക് ഈ കാവൽ മാടത്തിൻ്റെ മുകളിലോട്ട് എന്തായാലും കയറാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ മാത്രമല്ല, നല്ല കാറ്റുമുണ്ട്. ഫ്രഷ് കാറ്റാണ് കേട്ടോ. ദേ, നമ്മൾ കാവൽ മാടത്തിൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. യെസ്, ഇതാണ്. നമ്മളെ താഴെ നിന്ന് കുറച്ച് ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കാറ്റ് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. കമ്പി കൊണ്ടാണ് കാവൽമാടം നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും മുളയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ മനോഹരമായിട്ട് പെയിന്റ് അടിച്ചിട്ടുണ്ട്. പരമാവധി 5 പേർക്ക് മാത്രമാണ് ഇതിലേക്ക് ഒരേ സമയം കയറാൻ സാധിക്കുക. പ്ലാസ്റ്റിക് പൂർണ്ണമായും ഇവിടെ നിരോധിച്ചിരിക്കുന്നു. പ്ലാസ്റ്റിക് കൊണ്ടിട്ടാൽ 10,000 രൂപയാണ് പിഴ. കാവൽമാടവും പരിസരവും CCTV നിരീക്ഷണത്തിലാണ്. 7 മണിക്ക് ശേഷമുള്ള സന്ദർശനം അനുവദിക്കില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ഈ സ്ഥലം ഇപ്പോഴും അതിൻ്റെ ഭംഗിയിൽ തന്നെ നിലനിൽക്കുന്നു. നമുക്ക് എന്തായാലും ഈ പാടത്തിൻ്റെ വരമ്പിലൂടെ ഇങ്ങനെ ഒന്ന് നടന്നിട്ട് വരാം കേട്ടോ. എന്തായാലും 50ഓളം ഏക്കറുണ്ട് കേട്ടോ. അപ്പോൾ അത്രയ്ക്കും ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ദേ എൻ്റെ ബാക്കിലത്തെ ദേ അവിടെ കാവൽമാടമുണ്ട്. ദേ ഗൈസ്, എന്തായാലും ലൊക്കേഷൻ വേണ്ടവർക്ക് ഞാൻ എന്തായാലും എക്സാക്ട് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൊക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഞാനിവിടെ ചെളിയിൽ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളം സൈഡിലുള്ളതുകൊണ്ട് നമുക്ക് അപ്പം തന്നെ കഴുകാം, അതുകൊണ്ട് കുഴപ്പമില്ല.
ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് റോഡിലാണ്. ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ റോഡിനോട് ചേർന്ന് തന്നെ ഒരു അമ്പലമുണ്ട്, കളിസ്ഥലമുണ്ട്, അതിമനോഹരമായിട്ടുള്ള റോഡുണ്ട്. പിന്നെ ഇതേ തൊട്ട് പുറകിൽ ഇതേ ട്രാക്ടർ കിടപ്പുണ്ട്, പിന്നെ പശുക്കൾ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കിട്ടിലെ ഒരു ആംബിയൻസും ഗ്രാമഭംഗിയും നമ്മൾ പറയത്തില്ലേ, അത് കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് കിട്ടും കേട്ടോ. നിങ്ങൾക്കറിയാലോ, സൺസെറ്റ് എൻ്റെ വീക്ക്നെസ് ആണ്. സൺസെറ്റ് ഷൂട്ട് ചെയ്യാനായി ഞാൻ കാത്തിരുന്നു. പാടത്തിലെ സൺസെറ്റ് വേറൊരു ഫീല് തന്നെയാണ്. എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ വന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെയും എനിക്ക് കിട്ടാറുണ്ട്. സൺസെറ്റ് കാണാനായി ഒരുപാട് പേര് അന്ന് വന്നിരുന്നു. ഈ സ്ഥലം ഇത്രയും മനോഹരമായി നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഇവിടുത്തെ നാട്ടുകാർക്കും പാടശേഖര സമിതിക്കും സൗഹൃദ കൂട്ടായ്മയ്ക്കും ഒരു ബിഗ് സല്യൂട്ട്. നിങ്ങളിവിടെ വന്നാൽ നിരാശപ്പെടില്ല, അത് ഞാൻ ഗ്യാരണ്ടി. പതിവ് പോലെ ആകാശത്തെ ഈ വിസ്മയം കണ്ടും അത് ക്യാമറയിൽ പകർത്തിയും രാത്രിയാകുന്നതുവരെ ഞാനവിടെ ഇരുന്നു. പഴമയെ ഓർമ്മപ്പെടുത്തുന്ന കാവൽമാടങ്ങളും പാടങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പിരപ്പമൺകാട് നമുക്കൊരു സ്വത്ത് തന്നെയാണ്. അസ്തമനം ഒരവസാനമല്ല, അതൊരു പുതിയ തുടക്കത്തിൻ്റെ സൂചനയാണ്. എൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. കൂടെ നിങ്ങളും ഉണ്ടാകണം. ഗൈസ്, അങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് ഞാനിതാ വീട്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ പാടശേഖരത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.